ഈ ഹിന്ദുസൊക്കെ കർക്കിടക വാവ് ചെയ്യാൻ ബലിതർപ്പണം ചെയ്യാൻ പോയിട്ടുണ്ടാവില്ലേ? എനിക്ക് ഓർമ്മയുള്ള കാലം മുതൽ ഞാൻ ഈ കർക്കിടക വാവിൻ്റെ തിരക്ക് കാണുന്നതാണ്. ബസ്സിലൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ചേലാമറ്റം അമ്പലം, ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം അമ്പലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. അപ്പോൾ വലിയമ്മച്ചി, പിന്നെ വലിയമ്മച്ചിയൊക്കെ എപ്പോഴും അപ്പുറത്തെ വീട്ടിലെ വലിയച്ഛൻ്റെ കൂടെയും അവിടുത്തെ വലിയമ്മയുടെ കൂടെയൊക്കെ ശിവരാത്രി മണപ്പുറത്ത് തർപ്പണം ചെയ്യാൻ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറേ ആളുകൾ, പിന്നെ കുറേ നാളുകൾക്ക് ശേഷം എല്ലാവരും ഇങ്ങോട്ടാണ് പോകുന്നത്, ഈ ചേലാമറ്റം അമ്പലത്തിൻ്റെ അങ്ങോട്ട്. അവിടെ കുറച്ച് ഉള്ളിലേക്ക് നടക്കണം ബസ് ഇറങ്ങിയിട്ടൊക്കെ. പണ്ട് നമുക്ക് കാറൊന്നുമില്ല, ഇതുപോലെ ഓട്ടോറിക്ഷ സൗകര്യങ്ങളൊന്നുമില്ല വലിയമ്മച്ചി എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ ഉള്ള സമയത്ത്. നടക്കുക തന്നെ. അപ്പോൾ അതുകൊണ്ട് അവർ ഈ സൈഡിലേക്കാണ് പ്രിഫർ ചെയ്തുകൊണ്ടിരുന്നത്. ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നത് പെരിയാറ് അവിടെ നിന്ന് വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് അത്ര അവിടെ ഒഴുകുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നതെന്ന് പറയുന്നു. അങ്ങനെയാണ് അവിടുത്തേത്. ഇപ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടമാണ്. എല്ലാവരും കുറേ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവിടെയാണ് വരുന്നത്. ശിവരാത്രി മണപ്പുറമൊക്കെ അങ്ങോട്ട് നിറഞ്ഞു കഴിയണമായിരുന്നു. ഇപ്പം കാലടി മണപ്പുറത്ത് അധികം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു, വെള്ളത്തിൻ്റെയും ചെളിയുടെയൊക്കെ കാരണം. അതുകൊണ്ട് എല്ലാവരും ഇവിടെയാണ് പോവുക ഇപ്പോൾ. പണ്ട് അമ്മയൊക്കെ പോകുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ആലുവ മണപ്പുറത്ത്, കാലടി മണപ്പുറത്തൊക്കെ ആൾക്കാർ പോകും. ആലുവ മണപ്പുറത്ത് ശിവക്ഷേത്രം ഉണ്ടല്ലോ ഇപ്പോൾ. അതും വെള്ളത്തിൻ്റെ എന്തോ പ്രശ്നമുള്ളതുകൊണ്ട് ഇപ്പോൾ ഉണ്ടോയെന്ന്, ഇപ്പോൾ ആ സൈഡിലുണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്നാലും പേപ്പറിലൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഒരു വശത്തു നിന്നാണെന്ന് തോന്നുന്നു നിറയെ ആളുകൾ പോകുന്നത് അല്ലേ. പിന്നെ ശിവരാത്രിക്ക് പിന്നെ എന്തായിരുന്നു, അപ്പോൾ ഒരിക്കൽ ഭക്ഷണമേ കഴിക്കുകയുള്ളൂ തലേ ദിവസം, എന്നിട്ടാണ് പോകുന്നതൊക്കെ. ഇതൊക്കെ വളരെ ചെറുപ്പത്തിലെ മുതൽ കേൾക്കുന്നതാണ്. പിതൃപൂജയ്ക്ക് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. മാവേലിക്കര ആ സൈഡിൽ ചെന്നിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല കേട്ടോ അവിടെയെങ്ങും. കാരണം അവിടുത്തെ അച്ഛനും അമ്മയും അങ്ങനെ പോകുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും. അതുകൊണ്ടാണ് എനിക്ക് പിന്നെ ഞാൻ അവിടെ ഇല്ലല്ലോ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ അവർ പോയിട്ടുണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ അവിടെ ഇല്ലല്ലോ, ഞാൻ മദ്രാസിലായിരുന്നില്ലേ. അത് കഴിഞ്ഞ് പപ്പ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഈ കർക്കിടക വാവ് ബലിയെല്ലാം പപ്പയ്ക്ക് വേണ്ടി ഇടണം എന്ന് പറഞ്ഞിട്ട് അരവിന്ദ് എപ്പോഴും 2012 ഓൺവേർഡ്സ് ഞങ്ങളവിടെ ഉള്ള 6 വർഷം ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് പോകുന്നില്ലേ. 2012 പപ്പ മരിക്കുന്നത് അല്ലേ അരവിന്ദ്? അരവിന്ദ് അവിടെ ഇരിക്കണ്ട, അപ്പം ഞാൻ തെറ്റിച്ച് പറയരുതല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 6 ഇയേഴ്സോളം പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇങ്ങോട്ട് പോന്നു 2018 ഫുള്ളായിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തില്ലേ, അതുകൊണ്ട് പിന്നെ ചെയ്തിട്ടില്ല. കറക്റ്റായിട്ട് ചെയ്യും. ആരെന്ന് പോയി ക്യൂ നിന്ന്, അവിടെയും ക്യൂ ആണ്. ഈ മദ്രാസിലെ കടപ്പുറങ്ങളിലുള്ള ഒരു കുഴപ്പം എന്താണെന്നറിയോ, നമ്മുടെ അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ അമേധ്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകും. അതുകൊണ്ട് സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അവിടെ കുഴി കുത്തി അവർ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിരുന്നു പണ്ട് മദ്രാസിന്. ഇപ്പോൾ കുറച്ച് മാറിയെന്ന് തോന്നുന്നു കേട്ടോ ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക്. എന്നാലും ഉണ്ടെന്നേ അവിടുത്തെ ആളുകൾക്ക് ആ ഒരു ശുചിത്വമില്ലായ്മ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഡേർട്ടി, ഭയങ്കര ഡേർട്ടി ആയിരുന്നു. പഴനിയിലൊക്കെ പോകുന്ന വഴിക്കെല്ലാം ഇങ്ങനെ ഇതായിരിക്കുമല്ലോ, ഹ്യൂമൻ എക്സ്ക്രീറ്റ. എനിക്കതിൻ്റെ മലയാളം പറയാനായിട്ട് ഭയങ്കര മടിയാട്ടോ, ഉള്ള കാര്യം പറയാം. ഞാൻ കുറച്ച് കസ് വേർഡ്സ് കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലേ ഈ ജീവിതത്തിൽ. അതായത് തെറി എന്നുള്ളത് ഞാൻ ഉപയോഗിക്കാറില്ല. അതൊക്കെ എൻ്റെ ഒരു നന്മയായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് ഞാൻ അച്ഛനെയും അമ്മയും വളരെയധികം പ്രശംസിക്കുന്നു. അച്ഛനും അമ്മയും പറയില്ല അതങ്ങനെ അധികം. ഇപ്പോൾ ഈ പ്രായത്തിൻ്റെ അധികം വന്നപ്പം ഈ അച്ഛൻ കുറച്ച് പിടിവിട്ട് പോകുന്നുണ്ട് ചില സമയത്ത്, ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ട് അച്ഛൻ അങ്ങനെ പറ്റുന്നതെന്ന് എനിക്കറിയില്ല. പ്രായാധിക്യം കൊണ്ടായിരിക്കാം, ആ സെൻസറി നെർവ്സിൻ്റെയൊക്കെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ. അമ്മയും അതെ. യെസ്സിൻ്റെ വെച്ചിട്ടുള്ള വേർഡ് ഉണ്ടല്ലോ, സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ എസ് വെച്ചിട്ടുള്ള വേർഡ്, അതുപോലും നാക്ക് കൊണ്ട് പറയില്ല എൻ്റെ അമ്മ. അങ്ങനെയാണ്. അതിങ്ങനെ പറയണമെങ്കിൽ തന്നെ വളരെ ശബ്ദം കഴുത്തി ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാം. അതുകൊണ്ട് അത് എന്താ സംഭവം എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ, അത് എന്തിനാ അങ്ങനെ പറയുന്നത് എന്നുള്ളത്. ഇപ്പോൾ എനിക്ക് പക്ഷേ അത് ക്യാമറയുടെ മുമ്പിൽ പറയാൻ കുറച്ചിങ്ങനെ എന്തോ ഒരു ഇതുപോലെ തോന്നും അമ്മ ഇങ്ങനെ പറയുന്ന കാരണം. ആക്ച്വലി ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അതൊരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ ഒരു വേർഡ് പറയുന്നതിൽ എന്താ തെറ്റ്? ആർക്കറിയാം, ഇവരോടൊക്കെ ആര് ചോദിക്കാനല്ലേ. അപ്പം ഇന്ന് കുറച്ച് മുമ്പ് ഞാനൊരു
ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിനകത്ത് ഞാൻ പറഞ്ഞത് മാവേലിക്കരയെ പറ്റിയാണ്. മാവേലിക്കരയിലെ അമ്പലങ്ങളും ഒക്കെ എന്ത് രസമല്ലേ. മാവേലിക്കര എന്ന് പറഞ്ഞ സ്ഥലം എനിക്ക് അറിയാനേ പാടില്ലായിരുന്നു. ഞാൻ കല്യാണം കഴിച്ച് വരുന്ന സമയം വരെ ഞാൻ ചെട്ടികുളങ്ങര ഭരണിനാളിൽ എന്ന് പറഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അരവിന്ദ് എന്നെ കാണാൻ വന്നത് ഒരു ഡിസംബർ 1995 ഡിസംബർ 30-ഓ 31 എങ്ങാണ്ടായിരുന്നു തോന്നുന്നു. അപ്പം ഞങ്ങൾ ക്രിസ്മസ് ടൈമിൽ പുട്ടുപർത്തിയിൽ സായിബാബയെ കണ്ടിട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾ വിൻ്റണ്ണൻ എന്നെ കാണാൻ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ ചെട്ടികുളങ്ങരയെ പറ്റി പറഞ്ഞു. അതായത് പ്രോക്സിമിറ്റി, എവിടെയാണ് സ്ഥലം എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ അച്ഛന് നല്ലോണം അറിയാം, എനിക്കറിയില്ല. അപ്പോൾ അച്ഛൻ പറഞ്ഞു വളരെ നല്ല സ്ഥലമാണ് മാവേലിക്കര, നല്ല ഭംഗിയുള്ള നല്ല ഒരുപാട് വലിയ അമ്പലങ്ങളൊക്കെയുള്ള സ്ഥലമാണ്, പിന്നെ നല്ല സാംസ്കാരിക കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞ് കോട്ടയത്തിൻ്റെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിയണം എന്നൊക്കെ പറഞ്ഞ് കോട്ടയം വരെ പോയിട്ടുണ്ട് അമ്മാവൻ്റെ വീട്ടിൽ. പിന്നെ അടൂര് വഴി ഒരു പ്രാവശ്യം ടെസ്റ്റ് എഴുതാൻ പോയിട്ടുണ്ട്. എന്തായിരുന്നു MCJയുടെ ടെസ്റ്റ്. അന്നത്തെ MCJ പറഞ്ഞ മാസ്റ്റേഴ്സ് ഇൻ ജേർണലിസം, കമ്മ്യൂണിക്കേറ്റീവ് ജേർണലിസമോ എന്തോ. അത് നമ്മുടെ സിന്ധു സൂര്യകുമാറും ഞാനൊക്കെ ഒരേ സമയത്താണ് എഴുതിയത്. ആ കുട്ടിക്ക് അതിൽ കിട്ടിയിരുന്നു കേട്ടോ. പിന്നെയാണ് ഞാൻ LLBക്കൊക്കെ പോയത്, ഇതിൽ കിട്ടാതെ കഴിഞ്ഞപ്പോൾ. അപ്പോൾ മാവേലിക്കരയെ പറ്റി പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര പൈതൃകം ഉറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് വളരെ സ്ലീപ്പിഷായിട്ടുള്ളൊരു ടൗണുമാണ്. നമുക്ക് റിട്ടയർ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലം. പക്ഷേ വേറെ ഒന്നുമില്ല ചെയ്യാനായിട്ട്. എല്ലാ ദിവസവും ഓരോരോ അമ്പലങ്ങൾ ചൂസ് ചെയ്ത് കണ്ടുപിടിച്ച് പോവുക, കുഞ്ഞു കുഞ്ഞു അമ്പലങ്ങൾ കണ്ടുപിടിച്ച് പോവുക. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ 2-3 അമ്പലങ്ങളിൽ ഞങ്ങളുടെ നെയ്ബേഴ്സായിട്ടുള്ള ചേച്ചി കൊണ്ടുപോയായിരുന്നു, ചേച്ചിയും ചേട്ടനും കൂടെ കേട്ടോ. നല്ല അമ്പലങ്ങൾ കാണിച്ചു തന്നു അവർ. ആദ്യമായിട്ടാണ് ഞാൻ അമ്പലത്തിലൊക്കെ 25 വർഷം കഴിഞ്ഞിട്ടാണ് പോണത്. പിന്നെ അവിടെ യുനെസ്കോയുടെ പൈതൃകമായിട്ടുള്ള കാളകെട്ട്, അങ്ങനെ യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള ഒരു പൈതൃക ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ. കാളകെട്ട് എന്ന് പറഞ്ഞതൊക്കെ വലിയ കൂറ്റൻ കാളയെ കൊണ്ടുവന്ന് കെട്ടുന്നതൊക്കെ. ഇപ്പോൾ ചെട്ടികുളങ്ങര ഏരിയയിലുള്ളവരൊക്കെ കുറേ പേര് എന്നെ കേൾക്കുന്നുണ്ട്, അവരൊക്കെ ഇത് ആലോചിക്കും. പിന്നെ കണ്ടത്തിൽ കൊണ്ടുവന്നിട്ട് കെട്ടുകാഴ്ച വെക്കുന്നത്, ഇതൊക്കെ എനിക്ക് മാവേലിക്കരയെ പറ്റിയിട്ടുള്ളൊരു നൊസ്റ്റാൾജിയാണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ അവിടെ പോയി നിൽക്കാനായിട്ട് എനിക്ക് ഇഷ്ടവുമാണ് ഇതൊക്കെ കാരണം കേട്ടോ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെയാണല്ലോ, വീണിടം വിഷ്ണു ലോകം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടുത്തെ ആളായി മാറും. എൻ്റെ അച്ഛൻ പറയുവേ, പണ്ട് എൻ്റെ അച്ഛൻ പെങ്ങള് സരുവാൻ്റി വീട്ടിൽ വരുമ്പോൾ അവരുടെ മക്കളും ചിലപ്പോൾ അവരുടെ കൂടെ അവരുടെ പെങ്ങന്മാരുടെ മക്കളും ഒക്കെ പെരുമ്പാവൂർ വരാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പെരുമ്പാവൂർ എന്നാണ് അവർ പറയുന്നത് കേട്ടോ, ഒക്കലാണെങ്കിലും. അപ്പോൾ അവിടെ വന്ന് കണ്ട തോട്ടിലൊക്കെ നടക്കും, മീൻ പിടിക്കാൻ നടക്കും, ഭയങ്കര കശുമാവ് എറിഞ്ഞ് വീഴ്ത്തും, മാങ്ങ എറിഞ്ഞ് വീഴ്ത്തും, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവരുടെ ഭാഷയുണ്ടല്ലോ, അവരിങ്ങനെ എവിടെ പോണേണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു താളത്തിലിങ്ങനെ പറയും. നിങ്ങൾ കൊച്ചിക്കാരുടെ ഭാഷ കേട്ടിട്ടുണ്ടോ? ഞാറയ്ക്കൽ വൈപ്പിൻ ഫോട്ടോ വെച്ചൊക്കെ ഏകദേശം സെയിം ഭാഷയാണ്, പക്ഷെ അച്ഛനിഷ്ടമല്ല അങ്ങനെ പറയുന്നത്. അപ്പം ഞാൻ ഇവർ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്കെന്തോ അതൊരു ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് അവർ പറയുന്ന പോലെ സംസാരിക്കാനായിട്ട്. അപ്പം ഞാനും പിന്നെ അവരോട് ആ രീതിയിൽ എങ്ങോട്ട് പോണേണ് എന്നൊക്കെ ചോദിക്കും. അച്ഛനെങ്ങാനും കേട്ടോണ്ട് വരികയാണെങ്കിൽ ഉണ്ടല്ലോ എന്നെ നല്ല ചീത്ത പറയും, നീ എന്ത് ഭാഷയാണ് പറയണത്, അവരുടെ ഭാഷ പറയുന്നു, നീ എന്തിനാ ഇത് പറയണോ എന്ന് ചോദിക്കുമായിരുന്നു എൻ്റെ അടുത്ത്. അപ്പം ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുകണ്ടം തിന്നണം എന്ന് പറയും ആൾക്കാർ. അതുപോലെയാണ് ഞാൻ ചെന്നിടത്ത് ഇങ്ങനെ അങ്ങ് 4 കാലിൽ വീഴും. ഫെലൈൻ ട്രീറ്റ്സ് എന്ന് പറയും അതിന്. ഇന്നത്തെ ടേക്ക് അവേ എടുത്തോട്ടോ, ഫെലൈൻ ട്രീറ്റ്സ് എന്ന് പറഞ്ഞാൽ പൂച്ചയുടെ സ്വഭാവം. പൂച്ച മോളിൽ നിന്നൊക്കെ തറയിലോട്ട് വീണിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടോ, 4 കാലിലും വന്ന് വീഴും അല്ലേ. അതായത് ഷീ നോസ് ഹൗ ടു സർവൈവ്, ഇറ്റ് നോസ് ഹൗ ടു സർവൈവ് എവിടെയാണെങ്കിലും. അല്ലെങ്കിൽ എവിടെയാണെങ്കിലും അതിന് പരിക്ക് പറ്റാതെ അത് എഴുന്നേറ്റ് പൊക്കോളും. പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഒബ്സർവേഷനാണ് പക്ഷേ എനിക്ക്. അപ്പോൾ ആ അപ്പച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ ജൂ ടൗൺസ് കണ്ടതും ജൂ ടൗണിലെ കാഴ്ചകളും ഒക്കെ എൻ്റെ ആഞ്ചലീന ബുക്കിൽ ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. അവിടെ കണ്ട വീടുകളും അവിടെ കണ്ട കാഴ്ചകളൊക്കെ പിന്നെ ഞാൻ കുറച്ചുകൂടെ പൊടിപ്പുന്തങ്ങളൊക്കെ ചേർത്ത് എഴുതിയിട്ടുണ്ട്. ആ ബുക്ക് വായിക്കുന്നവർക്കറിയാം കൊച്ചി നഗരത്തിനെ പറ്റിയിട്ട്. എന്തിനാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ, ഇവിടെ പലരും എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ചോദിച്ചു, അയ്യോ ആകെ പോകുമ്പോൾ സങ്കടമില്ലേന്ന്. വൈ? ദിസ് ഈസ് നോട്ട് മൈ കൺട്രി. ഞാനിവിടെ 10 വർഷത്തേക്ക് അരവിന്ദിൻ്റെ കൂടെ ഇരിക്കണം എന്ന് കരുതി വന്നതാണ്. പിന്നെ ജോലി കിട്ടിയപ്പോൾ ചെയ്തു കുറച്ച് നാൾ. എന്നാലും ഐ വാസ് നോട്ട് ഫീലിംഗ് ദാറ്റ് ഐ ബിലോങ് ടു ദിസ് പ്ലേസ് എന്ന് കേട്ടോ. എനിക്ക് തോന്നിയിട്ടേ ഇല്ല. എനിക്കെപ്പോഴും എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, അവിടെ ജീവിക്കണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ യെസ്, ദിസ് പ്ലേസ് ഭയങ്കര എന്താ പറയുക, ഒന്നും ആരുടെയും കാര്യം അറിയണ്ട. ഈ
രണ്ട് ചുവരിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ, നമുക്കൊരു തരം വീർപ്പുമുട്ടലൊക്കെ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ അമ്മ എനിക്ക് ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നും. ഞാനപ്പോൾ ഇറങ്ങി 5th ഫ്ലോറിൽ അവർക്ക് ഓപ്പൺ ഇതുണ്ട്, ഗാർഡനുണ്ട്. അവിടെ പോയി ഇരിക്കും, ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിച്ച് വാചകം അടിച്ചിരിക്കും. വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരാരെങ്കിലും വന്നിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആണ് സമയം കളഞ്ഞുകൊണ്ടിരുന്നത്. നാട്ടിലാണെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിലൂടെ പോവാമല്ലോ, ഒരു ദീപാരാധന തൊഴാമല്ലോ, അല്ലേ? എനിക്കങ്ങനെ അതൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടങ്ങൾ കേട്ടോ. ചില പ്രത്യേക ദിവസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇത് ഇന്ന് എനിക്ക് തോന്നുന്നുണ്ടോ, കർക്കിടക വാവായിട്ട് ഇന്നലെ സിന്ധു പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് തന്നെ, ഇന്നാണല്ലോ ദൈവമേ കർക്കിടക വാവെന്ന്. പക്ഷേ അവിടെയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒന്ന് തൊഴാൻ പോയിട്ടുണ്ടാകും. അതാണ്. ഇവിടെ അത് പറ്റില്ലല്ലോ, ഇവിടെ അമ്പലങ്ങളൊന്നുമില്ല. ആകെ ഒരു അമ്പലം എന്ന് പറയുന്നത് ഉണ്ടാക്കിയേക്കുന്നത് അത് വെറുതെ ഒരു ജസ്റ്റ് ബാബ്സ് ഹിന്ദു മന്ദിർ എന്ന് പറഞ്ഞിട്ടേ, അവിടെ അങ്ങനത്തെ വേറെ പൂജകളൊന്നുമില്ല. ജസ്റ്റ് ഒരു ആരാധനാലയം, അവിടെ ചെന്നിരിക്കാം. നമ്മളുടെ കുറേ ഐഡോൾസൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. സ്വാമിനാരായണൻ ടെമ്പിളാണത്. ആ ബാബ്സ് അവരുടെ അങ്ങനെ പൂജാവിധികളൊന്നും ഉള്ളതല്ല. നമ്മൾ കേരളത്തിലുള്ളവർ ഗുരുവായൂരും അങ്ങനെയുള്ള അമ്പലങ്ങളിലൊക്കെ ഇങ്ങനെ കൈനീട്ടി തീർത്ഥം വാങ്ങിച്ചു കുടിച്ചും ചന്ദനം വാങ്ങിച്ച് തൊട്ടും ഒക്കെ ശീലിച്ചിട്ടുള്ള പക്ക മലയാളികളല്ലേ. അപ്പോൾ എനിക്ക് കേരളം എന്ന് കേട്ടാൽ എനിക്ക് എന്താ പറയണ, അയ്യോ ഇന്നലെ ഞാനത് പാടിക്കൊണ്ടിരുന്നതാണല്ലോ അല്ലേ. ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നരമ്പുകളിൽ. അത് തന്നെ അന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ. എനിക്ക് ചോര തിളയ്ക്കും. ഞാൻ കേരളമാണ് എന്നൊക്കെ പറയുമ്പോഴേ, മലയാളിയാണെന്നൊക്കെ പറയുമ്പോൾ എനിക്കിഷ്ടമാണ്. പിന്നെ ചിലർ ഈ മലയാളത്തിനെ ഉണ്ടല്ലോ മംഗ്ലീഷ് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പലരെയും കളിയാക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്താ കുഴപ്പം? ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ടോപ്പിക്ക് അതാണ്. ഞാനിങ്ങനെ അവരുടെ പോലെ സംസാരിക്കുമ്പോൾ, കൊച്ചിക്കാരെ പോലെ പെരുമ്പാവൂരുകാർ സംസാരിക്കുമ്പോൾ എൻ്റെ അച്ഛൻ ഇഷ്ടപ്പെടാറില്ല. അച്ഛൻ പറയാറുണ്ടല്ലോ, നീ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, നിനക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ, നിനക്കുള്ള നിൻ്റെ ലാംഗ്വേജ് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കില്ലേ. അതേപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ മലയാളം പറഞ്ഞ് വഴങ്ങിയ നമ്മുടെ ടങ്കിൽ നമ്മുടെ ആ ആക്സെൻറ്റ് വന്നിട്ട് ചിലപ്പോൾ വന്നെന്നിരിക്കും. മദർ ടങ് ഇൻഫ്ലുവൻസ് എന്നാണ് അതിൽ എന്നെ പറയാം, MTI. ആ കഥകൾ ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കോർപ്പറേറ്റിൽ ജോലിക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ when I start some conversation, somebody who is watching me, they'll ask, are you from Kerala? അങ്ങനെ ചോദിക്കുമ്പോൾ yes, I am from Kerala അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് ഒബ്വിയസ് എന്ന് പറയും വേറൊരുത്തൻ. എന്തിനാന്ന് വെച്ചാൽ സംസാരിച്ചതിൽ ദർ ഇസ് എ ടിഞ്ച് ഓഫ് മലയാളം ഇൻ ദാറ്റ് എന്ന്. ഞാൻ അപ്പോൾ ചോദിച്ചു, do you think you don't have the tinge of Telugu in whatever you are talking എന്ന് ചോദിച്ചു ഞാൻ. അയാൾ തെലുങ്ക് ആളായിരുന്നു. അപ്പോൾ അയാൾ പറയാം, no. ഞാൻ പറഞ്ഞു, yes, it is there. When you talk something, your mother tongue is also influencing. Don't you understand what I am telling, or are you able to comprehend what I am telling എന്ന് ചോദിച്ചു. അപ്പോൾ then what is the problem? I am also like you, because the English, what is English actually? English is something which is being taught, അല്ലേ? നമ്മളെ പഠിപ്പിച്ച ഒരു ഭാഷയാണ്, അല്ലാതെ നമ്മളുടെ മദർ ടങ് അല്ല ഇംഗ്ലീഷ്. അപ്പോൾ ആരോ കൊണ്ടുവന്ന് പഠിപ്പിച്ച ഭാഷയാകുമ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ലെറ്റ് ഇറ്റ് ബി. കുറച്ച് പ്രശ്നത്തോടു കൂടി ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞെന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് മിണ്ടില്ല. അതുകൊണ്ട് എനിക്ക് അത്ര വലിയ പോപ്പുലറൊന്നും അല്ലായിരുന്നു ഇങ്ങനെ പറയുന്ന കാരണം കേട്ടോ, ആണുങ്ങളുടെ ഇടയ്ക്ക്. ഞാൻ ഇന്നലെയാണെന്ന് തോന്നുന്നു ഒരു റീല് എനിക്കൊരു കുട്ടി അയച്ചിരുന്നു. അത് ഹിന്ദിക്കാരനാണെന്ന് തോന്നുന്നു. ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയിട്ട് പറയാം, ഹൗ വിൽ യു നോ ദിസ് ഗൈ ഈസ് എ മലയാളി, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട്, ഹേ ഗൈ പ്ലീസ് സ്പെൽ ഓട്ടോ എന്ന് പറയുമ്പോൾ അവൻ പറയും ഓട്ടോ എന്ന് പറയും, അതായത് ഓ എന്ന് പറയുന്നത് കണ്ടാ, ഹി എന്ന് പറഞ്ഞ് ചിരിക്കും. പിന്നെ അതായത് ഈ ഹിന്ദിക്കാരൻ പറയുന്ന ആട്ടോ എന്ന് പറയുന്നില്ല, ഓട്ടോ എന്നാണ് മലയാളീസ് പറയുന്നതെന്ന്. ഓട്ടോറിക്ഷ, അതിനെന്താ, അത് ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ അറിയത്തുള്ളൂ, ഞങ്ങൾ അങ്ങനെ പഠിച്ചേ. സോ വാട്ട്, അപ്പം കിക്കി എന്ന് പറഞ്ഞിട്ട് അവർ ചിരിക്കുന്നു. ഈ മലയാളി ചെക്കന്മാർ തന്നെ അങ്ങനെ പറഞ്ഞിട്ട് അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിക്കുന്നു. വാട്ട്സ് റോങ് ഇൻ ദാറ്റ്, അല്ലെങ്കിൽ വാട്ട്സ് റോങ് വിത്ത് ദം?
അതേപോലെ തെലുഗുവും ഹിന്ദിയൊക്കെ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ രീതിയിൽ യാർ 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 എന്ന് പറയും, അരേ യാർ എന്ന് പറയും. അപ്പം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ സോറി യാർ എന്ന് പറയാറുണ്ട് ഞാൻ കേട്ടോ. ഈ ഇവിടെയൊക്കെ ജോലി ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അരവിന്ദ് പറയും ഇറ്റ്സ് നോട്ട് ഗുഡ്, എന്തിനാ അങ്ങനെ പറയണേ, സോറിയാ ബായാ എന്നൊന്നും പറയരുത്, അതിനൊരു രസമില്ല അത് കേൾക്കാൻ, ഇറ്റ് ഡസൻ ലുക്ക് നൈസ് ആൻഡ് വെൻ യു സേ ദാറ്റ് നോ ദർ ഈസ് നോ ഒരു 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 ഭംഗിയില്ല ആ സംസാരത്തിനെന്ന് പറയാറ്. ശരിയാണ്, നമ്മൾ നമ്മളായിട്ട് നിന്നാൽ പോരെ, നമ്മളെന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ എമുലേറ്റ് ചെയ്യണതല്ലേ. പല കാര്യങ്ങളും നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ തുടങ്ങുമ്പോഴില്ലേ നമുക്ക് കൂടുതൽ ഹേറ്റേഴ്സ് വരും. അതിനെന്താ, അത് അവർ ഹേറ്റ് ചെയ്തോട്ടെ, അത് അവരുടെ പ്രൊറഗേറ്റീവാണ്. അവർ ഹേറ്റ് ചെയ്തോ, ഇഷ്ടം പോലെ ഹേറ്റ് ചെയ്തോ, എന്നെ ഹേറ്റ് ചെയ്യുമോ, അവർക്ക് അങ്ങനെ തന്നെ വേണമെന്ന് പറയുകയോ ഒക്കെ ചെയ്തോട്ടെ. അതുകൊണ്ട് എന്താ കുഴപ്പം, ഞാനല്ലാതെ ആവുന്നില്ലല്ലോ. നമുക്ക് ഒരു തലേണയും ഒരു പായയും കിട്ടിയാൽ എവിടെ വേണേലും കിടന്ന് ഉറങ്ങാം. ബിക്കോസ് വി ഡോണ്ട് ക്രിട്ടിസൈസ് അതേഴ്സ് അല്ലേ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല ആ ഒരു പയ്യൻ്റെ കാര്യം, നമ്മളൊന്നും അല്ലെന്നേ ഈ ലോകത്ത്. അവർക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിപ്പോവും, മനുഷ്യരല്ലേ, പറ്റിയതങ്ങ് പറ്റട്ടെ. കണ്ടില്ലേ ഇവനെ പറ്റി കണ്ടില്ലേ, എന്തിനാ അങ്ങനെ പറയുന്നത്, അവർ മനുഷ്യരല്ലേ, നമ്മളത് പറയേ വേണ്ട. നമുക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് ചിന്തിച്ച് കൂട്ടിക്കോളും. മറ്റുള്ളവരുടെ അടുത്ത് യു ഡോണ്ട് ഹാവ് ടു ഡിസ്കസ് അറ്റ് ഓൾ. നമ്മൾ ചിന്തിക്കാതെ ഇരിക്കാൻ ശ്രമിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് തുറന്നു പറയുന്നത്. ഞാനും അങ്ങനെ ചിന്തിക്കരുതെന്ന് തന്നെ എനിക്കും തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റിട്രോസ്പെക്റ്റീവായിട്ട് ഞാൻ ചിന്തിക്കും. പണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലേ, അത് മോശമാണല്ലേ അങ്ങനെ. പക്ഷെ സ്റ്റിൽ നോ, ഐ ജസ്റ്റ് ഡോണ്ട് പ്രേ ഇൽ ഫോർ അതേഴ്സ്. ഒരിക്കലും ചെയ്തിട്ടില്ല. ഞാൻ അമ്പലത്തിൻ്റെ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്കും ഞാൻ മറന്നേ പോകും മറ്റുള്ളവരുടെ കാര്യം. ഈവൻ ഫോർ മീ ഐ ഡോണ്ട് ആസ്ക് എനിത്തിങ് ഫ്രം ദ ഗോഡ്. എനിക്ക് അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പേസ്, അല്ലെങ്കിൽ ഒരു ചേർച്ച് എന്ന് പറയുന്ന സ്പേസ്, അവിടെ ഞാൻ പോകുന്നത് വെറുതെ ജസ്റ്റ് ലൈക്ക് ദാറ്റ്. അവിടെ ഒത്തിരി പേരുടെ പ്രാർത്ഥനകൾ വന്ന് വീഴുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ അതിനൊരു എനർജി ഉണ്ടാവുമല്ലോ. അതിനാണ് ഗുരുവായൂർ പോകുന്നതും ചോറ്റാനിക്കര പോകുന്നതും കൊടുങ്ങല്ലൂർ പോകുന്നതും ചെട്ടികുളങ്ങര പോകുന്നതും കണ്ടിയൂർ പോകുന്നതൊക്കെ. എനിക്ക് സന്തോഷമാണ് ഇവിടെയൊക്കെ പോകുന്നത്. അതിങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഞങ്ങൾ പോകുന്ന അമ്പലം വേറെ, അമ്മ കൊണ്ടുപോകുന്നൊരു അമ്പലമുണ്ട്, മണ്ണാർശാലയിൽ പോവും, മേടയിൽ പോകും. പിന്നെ ഹരിപ്പാട് ആ വഴിക്ക് വരുമ്പോഴൊക്കെ ഹരിപ്പാട് പോകാറുണ്ട്. പിന്നെ അമ്പലപ്പുഴ പോകാറുണ്ട്. അതൊക്കെ ഞാനായിട്ട് ഒരു റൂട്ടീൻ ഒരു വഴി കൂടി വരികയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയും അരവിന്ദിൻ്റെ അടുത്ത് പണ്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏറ്റുമാനൂർ കയറാമെന്ന് പറയുമായിരുന്നു. പെരുമ്പാവൂർ MC റോഡ് വഴി കൂത്താട്ടുകളൊക്കെ കഴിഞ്ഞ് കോട്ടയം അങ്ങോട്ട് ആ റൂട്ടിലേക്ക് വരുമ്പോൾ ഏറ്റുമാനൂർ വഴി വരുമ്പോൾ ഏറ്റുമാനൂരപ്പനെ തൊഴുതിട്ട് വരും. ഇപ്പുറത്തുനിന്ന് വരുന്ന സമയത്താണെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഞാൻ അടുത്ത വൈക്കത്തമ്പലത്തിൻ്റെ അതിൽ ഞങ്ങൾ വരാറില്ല. അതുകൊണ്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈക്കത്തമ്പലത്തിൽ പോയി. എന്ത് വലുതല്ലേ, വടക്കുന്നാഥനിൽ പോയ പോലെ കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വൈക്കം തമ്പലം കാണാൻ പോയത്. വടക്കുന്നാഥൻ പോലെ തന്നെ വലിയ അമ്പലമാണത്, വലിയ അമ്പലങ്ങളുള്ള. അപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ കേട്ടോ. ലെറ്റ് മീ ജസ്റ്റ് റിലാക്സ് ഫോർ സം ടൈം. അരവിന്ദിൻ്റെ കൂടെ കുറച്ച് അമ്പലങ്ങളൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെയ്യാം. അതിനുള്ള സമയമായിരിക്കാം ദൈവം തരുന്നത്. ഈ 6-7 വർഷം ഞാൻ തന്നെ എങ്ങനെയെങ്കിലും പോകും കേട്ടോ. ഞാൻ ഗുരുവായൂരിലൊക്കെ ഞാൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടായിരിക്കാം എൻ്റെ എനർജി ലെവൽ കുറച്ച് എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കുന്നത്. ബിക്കോസ് ഐ ഗോ ആൻഡ് റീചാർജ് മൈ ബാറ്ററി. അപ്പോൾ നിങ്ങളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി റീചാർജ് ചെയ്യുക. ഇതുപോലെ ഇന്നിപ്പം കർക്കിടക വാവ് തൊഴുതിട്ട് വന്നവരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, സിന്ധുവൊക്കെ അല്ലേ. അപ്പോൾ ശരി കേട്ടോ, നിങ്ങളുടേതായ റിച്വൽസും കാര്യങ്ങളൊക്കെ മുടക്കാതെ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.